വെൽക്കം ടു ആഷ് കിച്ചൻ വേൾഡ്. ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അത് ഞാൻ ഓവനിലാട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഓവനിൽ ഇതെങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് അതിൽ സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇത് എൻ്റെ ഇരിക്കുന്നത് 30 FRC2 ഓവനാട്ടോ. അതിൻ്റെ ബേസ് മോഡലുണ്ട് 30 BRC2. അതിലും ഇതേ രീതിയിൽ തന്നെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 റാക്ക് വരുന്നുണ്ടല്ലോ, ഒരു ചെറുതും ഒരു വലുതും. അപ്പം ആ വലുതിലാണ് നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്നത്. ഈ ചെറുതുണ്ടല്ലോ, നമ്മൾ ചെറുതിനകത്താണ് കേക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുന്നതാണ് ഇതിനകത്ത് കാണിച്ചു തരുന്നത്. അപ്പം നമ്മളത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ചെറിയ ഇതെടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മേലിലേക്ക് ഇത് വെച്ചിട്ട് കേക്ക് ടീൻ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഈ ചെറിയ റാക്ക് വെച്ചിട്ട് അതിൻ്റെ മേലിൽ ഇതിനകത്തൊരു ട്രേ കിട്ടുമല്ലോ, അതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലിൽ വേണം നമ്മൾ കേക്ക് ടീന് വെച്ച് കൊടുക്കാൻ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ കേക്ക് കിട്ടും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ചിലപ്പം താഴ്ഭാഗമൊക്കെ വേവാതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടായിട്ട് ഇങ്ങനൊരു വീഡിയോ തന്നെ ഇട്ടത് തന്നെ. അപ്പോൾ ഇതേ രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിതിനകത്ത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്ക് ടൈം സെറ്റ് ചെയ്തും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്കിതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാമേ, ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് ചെയ്യാം. അപ്പോൾ പ്രീഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ചെറിയ റാക്ക് ആദ്യമേ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ റാക്കിൻ്റെ മേലിൽ നമ്മൾ ഇതിനകത്ത് ഇടുന്ന ട്രേ ഉണ്ടല്ലോ, അതിൻ്റെ മേലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ട് നമുക്കിനി ഇത് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് നമ്മളിത് എങ്ങനെ പ്രീഹീറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ ഞാനിത് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചെയ്യുന്നത് കൺവെക്ഷൻ മോഡലാണ്. അപ്പോൾ കൺവെക്ഷനിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ പ്രസ് ചെയ്യുമ്പോൾ 110 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പ്രീഹീറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ 180 ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് സെറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുവാണ്. ഇത് നമുക്ക് പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് ഞാനിപ്പം ഇതിനകത്തൊരു കേക്ക് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അതും കൂടെ അതിൻ്റെ റെസിപ്പി കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ എഗ്ഗ്ലെസ് കേക്കാട്ടോ ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും. ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഇത്രയും ഇട്ടിട്ട് നമുക്ക് 3 തവണ അരിച്ചെടുക്കണം. അത് ഞാൻ എപ്പോഴും എല്ലാ കേക്ക് ചെയ്യുന്ന സമയത്തും പറയാറുണ്ട്, നമ്മൾ 3 തവണ അരിച്ചെടുക്കണം. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു കേക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ 3 തവണ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആദ്യമേ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം ഇതിന് എടുക്കാൻ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ തൈരാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് 1/2 കപ്പ് തൈരാണ് എടുക്കുന്നത്. ഇപ്പോൾ തൈരിന് പകരം മുട്ട ചേർക്കേണ്ടവർക്ക് 4 മുട്ട എടുക്കാമേ. മുട്ട എടുത്തിട്ട് മുട്ട എടുക്കുമ്പോൾ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം, അത് ശ്രദ്ധിച്ചോണം. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് ബീറ്റ് ചെയ്യണം, എന്നാലേ ആ സ്മെല്ല് പോകത്തുള്ളൂ മുട്ടയുടെ. അപ്പോൾ ഇതിനകത്ത് മുട്ട ചേർക്കുന്നില്ല, തൈര് ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ പൈനാപ്പിൾ എസൻസാണ് ചേർത്തിരിക്കുന്നത്. പൈനാപ്പിൾ ഫ്ലേവറായിട്ടോ ചെയ്യുന്നത്. 1 നുള്ളു ഉപ്പും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓരോന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് യോജിച്ച് വേണം. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുകയും ചെയ്യണേ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യമേ കുറച്ച് പാലൊഴിച്ചാൽ മതി. എന്നിട്ട് പിന്നെ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏത് കേക്ക് ചെയ്യുമ്പോഴും പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന് കിട്ടുന്നത്. നമ്മൾ അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അവസാനം നമ്മൾ അരിച്ച് വെച്ച മൈദയുടെ കൂട്ടുണ്ടല്ലോ, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഇട്ട് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊടുക്കുകയാണ്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ വരണേ. അപ്പോൾ ഒത്തിരി ബാറ്റൊന്നും ഒത്തിരി തിക്കായിട്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പാലും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എക്സ്ട്രാ പാലൊന്നും ചേർക്കുന്നില്ല, ആദ്യമേ ചേർത്തത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ആദ്യമേ അതിനൊരു കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പർ താഴെ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. സൈഡിലൊക്കെ ഞാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിരിക്കുവാണ്. അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. എല്ലാ സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി കിട്ടും. അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കണേ. ഇനി നമ്മളിപ്പോൾ ഓവൻ 10 മിനിറ്റ് ആയിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതിലേക്ക് കണ്ടോ, അതിൻ്റെ മേളിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ ട്രേയുടെ മേലാട്ടോ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ഇത് കൺവെൻഷൻ മോഡിൽ ഞെക്കിയിട്ട് 160 ഡിഗ്രിയിലാണ് ഞാൻ ചെയ്യുന്നത്. 160 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ 30 മിനിറ്റ് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് റെഡിയായി കിട്ടുമേ. അപ്പോൾ കറക്റ്റ് ഈ ഒരു ഇപ്പം ഞാൻ ഇതിന് പകരം ലാസ്റ്റ് ഒരു ഞാൻ കാണിക്കുന്നുണ്ട് റൗണ്ടിലുള്ള ഒരു കേക്ക് ടിന്നിൽ ഒഴിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇതേ രീതിയിൽ തന്നെ കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ആദ്യമേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് അതും ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റിൽ. ഇപ്പം നമ്മളൊരു 30 മിനിറ്റ് ആയപ്പോൾ നമ്മളിത് എടുത്ത് നോക്കുവാണ്. ജസ്റ്റ് നമ്മളൊന്ന് നോക്കണം കേട്ടോ, ഒന്ന് കുത്തി ഒരു എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിനകത്ത് മാവും അല്ല ബാറ്ററിൻ്റെ ഇത് വല്ലതും വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നാണ്, അതിൽ പറ്റി വരുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഓവനിൽ നിന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു കിച്ചൺ ടവൽ എടുത്ത് നല്ലൊരു കിച്ചൺ ടവൽ എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മൂടിയൊന്ന് വെക്കണം. ഒരു 10 മിനിറ്റ് വെക്കണം. 10-15 മിനിറ്റ് വരെയൊക്കെ വെക്കാമേ. അങ്ങനെ വെച്ചിട്ട് എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കേക്ക് അപ്പോൾ എല്ലായിടത്തും ചൂടൊക്കെ എത്തിയിട്ട് നന്നായിട്ട് തന്നെ ഇരിക്കും. അല്ലാതെ ഈർപ്പമൊന്നും വരുമെന്നൊന്നും പേടിക്കൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എടുത്ത് ഒന്ന് തുറന്ന് കാണിക്കാമേ. ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നമ്മളിത് ഇതിൽ നിന്ന് ഇത് നമ്മൾ ആ കിച്ചൺ ടവൽ മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ ചൂടൊന്ന് ചെറിയ ചൂടോടെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒത്തിരി നല്ലതായിട്ട് അങ്ങ് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 4 സൈഡ് നമ്മളൊരു നൈഫ് വല്ലതും ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം. അപ്പം പെട്ടെന്ന് അതിൽ നിന്ന് നമ്മൾ സൈഡിലൊന്നും ബട്ടർ പേപ്പറൊന്നും വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് വീഴുകയും ചെയ്യുവേ. കണ്ടോ, അതിൽ നന്നായിട്ട് വീണിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ആ പേപ്പർ മാറ്റിയപ്പോഴും കണ്ടോ അതിനകത്തൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാ സൈഡും നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ശരിയാകാത്തവരൊക്കെ ഉണ്ടല്ലോ, ഇതേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ റൗണ്ടിലൊരു കേക്കും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണിത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇതേ രീതിയിൽ തന്നെ കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചെറിയ റാക്കിന് മേളിൽ ട്രേ വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ കേക്ക് ടീന് വെച്ച് തന്നെ നിങ്ങൾ ചെയ്യുക. ഞാനീ പറഞ്ഞ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ശരിയാകാതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ രീതിയിലും ചെയ്ത് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് തന്നെ കിട്ടുമേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.